Hello guys, welcome back. So this is episode 2 of Henna Base Element series by Ahmed Henna. So if you are someone new, നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങളെ സിമ്പിളായി ഹെന്ന ഇടാൻ ഈ വീഡിയോക്ക് ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഡ്രോ ഹംസ്. അപ്പോൾ ആദ്യം ഹെന്ന ബേസ് എലമെന്റ് സീരീസിൽ പഠിച്ചതുപോലെ ആദ്യം നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കണം. എങ്ങനെയാണ് ലൈൻ വരയ്ക്കുക? 2 ഡോട്ട് ഇടുക, കണക്ട് ചെയ്യുക. ഈ ബേസ് ലൈനിന്റെ മുകളിൽ റാ ഷേപ്ഡ് ഒരു എലമെന്റ് വരയ്ക്കുക. ഈ ഒരു റാ ഷേപ്ഡ് എലമെന്റ് ആണ് ഒരു സിംഗിൾ ഹംസ്. ഇതുപോലെ പല റാസ് ഒരുമിച്ച് വരുമ്പോഴാണ് അതൊരു ഹംസ് ആവുന്നത്. അതായത് ഒരു ലൈനിന്റെ മുകളിൽ ഇതേപോലെ റാ 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 എന്ന് പറയുന്ന എലമെന്റ് വരുമ്പോൾ നമുക്കൊരു ഹംസ് സിമ്പിളായി ഹംസ് വരയ്ക്കാൻ പഠിക്കാം. നമ്മളിപ്പോൾ വരച്ച ബേസ് ലൈനിന്റെ മുകളിൽ ഒരു ലൈറ്റ് ആയിട്ടൊരു റെഫറൻസ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ഈ 2 ലൈനിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഈ റാ 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 വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താ കിട്ടും? ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹംസ് വരയ്ക്കാൻ പറ്റും. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ വളഞ്ഞും ചെരിഞ്ഞും പോകാത്ത നീറ്റ് ആയിട്ടുള്ള ഹംസ് വരയ്ക്കാൻ നിങ്ങൾക്കും പറ്റും. വീഡിയോയുടെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഒന്നും കൂടി ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു റെഫറൻസ് ലൈൻ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ പിന്നെ നേരത്തെ ചെയ്ത പോലെ ഹംസ് പിന്നെയും കൊടുക്കുന്നുണ്ട്. യൂഷ്വലി ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? റെഫറൻസ് ലൈൻ ഇല്ലാതെ ഹംസ് വരച്ചിട്ടുണ്ടെങ്കിൽ ഹംസ് എന്താകും? വളഞ്ഞും ചെരിഞ്ഞും പോകും. അത് റോങ് ആണ്. നമ്മൾ 2 ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഹംസ് വരയ്ക്കുകയാണെങ്കിൽ എന്താകും? ഇതേപോലെ നീറ്റായിട്ടുള്ള ഹംസ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹംസ് വരുന്നുണ്ട്. കുഞ്ഞി ഹംസ് വരുന്നുണ്ട്, നീളം കൂടിയ ഹംസ് വരുന്നുണ്ട്, അതുപോലെ തടിച്ച ഹംസ് വരുന്നുണ്ട്. ഈ തടിച്ച ഹംസിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രിൽസ്. അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പഠിക്കാം. ഇനി നമുക്കൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്താലോ? നമ്മൾ ആദ്യം വരച്ച ഹംസിൻ്റെ മുകളിൽ ഒരു റെഫറൻസ് ലൈൻ വരച്ചിട്ട് ഒരു സെറ്റ് ഓഫ് ഹംസ് കൂടെ അവിടെ ആഡ് ചെയ്യാം. ഇനി ഈ ഹംസ് വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ബിഗ് ആൻഡ് സ്മോൾ ഡോട്ട്സ്, നമ്മൾ ഓൾറെഡി ഡോട്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യാമെന്ന്. ഒരു വലിയ ഡോട്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ഞി ഡോട്ട്, അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. വലിയ ഡോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പ്രഷർ കൊടുക്കണം. ചെറിയ ഡോട്ട് മതിയെങ്കിൽ കുറച്ച് പ്രഷർ കൊടുത്താൽ മതി. നമ്മൾ ഇതുവരെ പഠിച്ച ഹംസും ഡോട്ട്സും ലൈനും വെച്ചിട്ട് ബ്യൂട്ടിഫുൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഫ്രിൽസ് പഠിച്ചല്ലോ, അതായത് തടിച്ച കൈൻഡ് ഓഫ് ഹംസിനെയാണ് നമ്മൾ ഫ്രിൽസ് എന്ന് വിളിക്കുന്നത്. ഹംസ് എപ്പോഴും ഒരു ലൈനിൻ്റെ മുകളിലാണ് നമ്മൾ വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫ്രിൽസ് എപ്പോഴും നമ്മൾ യൂഷ്വലി വരയ്ക്കുക ഒരു ഹംസ് വരച്ചതിൻ്റെ മേലെയാണ് നമ്മൾ ഫ്രിൽസ് വരയ്ക്കാറ്. നമുക്ക് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു ബേസ് ലൈൻ കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ കുറച്ച് തടിച്ച കൈൻഡ് ഓഫ് റാ എന്ന് പറഞ്ഞിട്ടുള്ള പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ ഈ പ്രോസസ്സ് ആ ലൈൻ എൻഡ് ചെയ്യുന്നവരെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹംസ് വരച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഫ്രിൽസ് വരാറ്. അതെപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ ഈ ഡെമോയിൽ വരച്ചതുപോലെ നമുക്ക് ആദ്യം കൊടുത്ത ഫ്രിൽസ് ഇല്ലേ, അതിൻ്റെ അടിയിൽ ഒരു ഹംസ് കൊടുക്കും. നമ്മൾ മുന്നേ പഠിച്ച അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ആദ്യം നമ്മളൊരു ബേസ് ലൈൻ കൊടുക്കുക. ഇവിടെ റെഫറൻസ് ലൈനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം വരച്ച ഫ്രിൽസിൻ്റെ ബേസ് ലൈനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫ്രിൽസിൻ്റെ ബേസ് ലൈനും ഹംസിൻ്റെ ബേസ് ലൈനിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് വരക്കുന്നത്? ഹംസ് വരക്കുന്നത്. പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയി ഫീൽ ചെയ്യുന്നതാണ്. നിങ്ങൾ വരച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ ഞാനൊരു ഭംഗിക്ക് 2 സെറ്റ് ഓഫ് ഹംസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അടിയിൽ ഒരു ലൈനും കൂടെ വരച്ച് അതിലും ഹംസ് നമുക്ക് ചെയ്യാം. യൂഷ്വലി നമ്മൾ ബ്രൈഡൽ ഹെന്ന ചെയ്യുമ്പോൾ ആദ്യം ഹംസ് വരച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ ഫ്രിൽസ് ചെയ്യാറ്. ഞാനിപ്പോൾ ഫ്രിൽസ് പഠിപ്പിച്ചു തരുന്ന കാരണമാണ് ആദ്യം ഫ്രിൽസ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2 സെറ്റ് ഓഫ് ഹംസിൻ്റെ മുകളിൽ ഫ്രിൽസ് വരച്ചു. ഇനി നമ്മൾ ആ ഡിസൈൻ ഒരു ഭംഗിയാക്കാം. നമ്മൾ ആദ്യം വരച്ച ഫ്രിൽസിൻ്റെ മേലെ ഒരു ലൈൻ കൊടുക്കുക. ലൈൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം കൊടുക്കാൻ. എന്നിട്ട് അതിൽ ഹെന്ന പേസ്റ്റ് ഫില്ല് ചെയ്യാം. നീറ്റായിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. മെല്ലെ ഫില്ല് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഫില്ല് ചെയ്ത പോർഷൻ്റെ മുകളിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു ലൈൻ വരയ്ക്കാം. അതേപോലെ ആ ഡിസൈൻ്റെ അടിയിലും ഒരു ലൈൻ വരയ്ക്കാം. ഞാനിവിടെ കുറച്ചും കൂടി ഭംഗിയായിക്കോട്ടെ വെച്ച് ഒരു ലൈനും കൂടെ വരക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ലൈനിൽ വെച്ചിട്ട് തന്നെ നിർത്താം. എന്നിട്ട് വലുതും ചെറുതുമായ ഡോട്ട്സ് നേരത്തെ ഇട്ട പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ക്യൂട്ട് ഹെന്ന ബോർഡർ ഡിസൈൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യും. നമ്മുടെ പേജിൽ ഒരു ഫ്രീ ഹെന്ന കോഴ്സ് ഗിവ് അവേ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചെയ്യേണ്ട ആകെ 3 കാര്യങ്ങളുള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോയുടെ അടിയിൽ ഹെന്ന എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും ആ ഫ്രീ ഹെന്ന കോഴ്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.